ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ആമീസ് ക്രിയേഷൻ. അപ്പോൾ ഗൈസ്, ഞാനിന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ വിചാരിച്ചു ആമിയുടെ ഒരു റെഡി ടു സ്കൂൾ ചെയ്താലോ എന്ന്. രാവിലെ തന്നെ ആമിക്ക് ഇഷ്ടപ്പെട്ട നൂലപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ അതിലേക്ക് ഒരു സോയയും ഗ്രീൻ പീസും കൂടിയിട്ടുള്ളൊരു മസാലക്കറി ഉണ്ടാക്കി. ഉച്ചയ്ക്ക് മോൾക്ക് കഴിക്കാനുള്ള ചോറ്, അത് ബിരിയാണി അരി കൊണ്ടാണ് കേട്ടോ ചോറ് വയ്ക്കാറ്. അവൾക്ക് സാധാരണ ചോറ് ഇഷ്ടമില്ല. പിന്നെ ഈ സോയ കറി തന്നെയാണ് ഞാൻ ലഞ്ചിനും ആക്കിയത്. സോയ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സോയ അവളുടെ പാത്രം നിറച്ചാക്കി. പിന്നെ കുറച്ച് സോയ മാത്രം പറക്കിയെടുത്തിട്ട് പാത്രത്തിൻ്റെ ലഞ്ച് ബോക്സിൻ്റെ മൂടിയിൽ കുറച്ചും കൂടി ആക്കിയിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. വെച്ചിട്ട് ഒരു ടവൽ വെച്ച് കെട്ടി അവളുടെ ബാഗിൽ ആക്കി കൊടുത്തു. വാട്ടർ ബോട്ടിലും ആക്കിയിട്ടുണ്ട്, കുടയും വെച്ചിട്ടുണ്ട്. കുട വെക്കാനായിട്ടൊരു പ്ലാസ്റ്റിക് കവർ ബാഗിൻ്റെ ഉള്ളിൽ വെക്കും കേട്ടോ. ഇനി നനഞ്ഞ കുടയാണെങ്കിൽ അത് ബുക്സിലൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് വെക്കും. ID കാർഡൊക്കെ കഴുത്തിലിട്ട് കൊടുത്തു. ആമിക്ക് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാനായിട്ട് അറിയാം. എന്നാലും ഞാൻ ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. മുടി കെട്ടാനായിട്ട് ആമി ആയിട്ടില്ല. ആമിയുടെ സ്കൂളിൽ 2 ഭാഗത്തും റെഡ് കളർ റിബൺ കെട്ടണമെന്ന് നിർബന്ധമാണ്. ഇനിയിപ്പോൾ മുടിയില്ലാത്ത കുട്ടികളാണെങ്കിൽ ബോ വെച്ചിട്ട് അതിലും 2 സൈഡിലും റെഡ് കളർ റിബൺ കെട്ടണം. ഞാൻ സാധാരണ മോൾക്ക് 2 ഭാഗത്തും മുടി കൊമ്പ് പോലെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യാറ്. പിന്നീടാനുള്ള മുടി മോൾക്കായിട്ടില്ല, അതുകൊണ്ട് തന്നെ കൊമ്പ് പോലെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യാറ്. ആദ്യം ഒരു റബ്ബർ ബാൻഡ് എടുത്ത് 2 ഭാഗത്തും കൊമ്പ് കെട്ടിയിട്ട് പിന്നെ റിബൺ എടുത്തിട്ട് ബട്ടർഫ്ലൈ കെട്ടാണ് കെട്ടാറ്. മോളെന്നേക്കാളും എൻ്റെ ഒപ്പം തന്നെ ഉയരമുള്ളതുകൊണ്ട് തന്നെ അവളൊരു സ്റ്റെപ്പ് താഴത്തോട്ട് ഇറങ്ങി നിന്നിട്ടും ഞാനൊരു സ്റ്റെപ്പ് മുകളിലോട്ട് ഇറങ്ങി നിന്നിട്ട് വേണം കേട്ടാ മുടി കെട്ടാറ്. റോട്ടിൽ കൂടെ അവൾക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരെ നോക്കിയിട്ട് അവള് ഒരു ഡാൻസൊക്കെ ഒന്ന് കളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കിയേ, നല്ല ചന്തമായിട്ടില്ലേ മോളെ കാണാനായിട്ട്. ഇപ്പോൾ അങ്ങനെ അവള് ഒരു നൂലപ്പാണ് കഴിക്കുക. ഒരു നൂലപ്പവും ഗ്രീൻ പീസ് കറിയും മസാലക്കറിയും ഞാൻ അവൾക്ക് കൊടുത്തു. അവളെ ഒരു നൂലപ്പ് തന്നെ കഴിക്കുള്ളൂ. റോസാപ്പൂവാണ് ആളുടെ വീട്ടിൽ എന്നും റോസാപ്പൂ ഉണ്ടാവും. അപ്പോൾ അത് മോൾക്ക് എന്നും കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പക്ഷെ അവൾക്ക് സ്കൂളിലേക്ക് വെച്ച് പോകാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുക്ക് വന്നിട്ട് രാവിലെ തന്നെ എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നുണ്ട്. മോൾക്ക് ഞാൻ ഐലൈനർ എഴുതി കൊടുത്തു. അവൾക്ക് വലിയ ക്ഷമയൊന്നുമില്ല കേട്ടോ. അത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ അവൾ കണ്ണൊക്കെ തുറക്കും. അപ്പം ഞാൻ തുറക്കല്ലേ ആമി എന്നൊക്കെ പറഞ്ഞ് കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട്. മുകളിൽ മാത്രമേ എഴുതി കൊടുക്കുള്ളൂ, താഴത്തെ എഴുതി കൊടുക്കില്ല. ഒരു ചെറിയൊരു പൊട്ടും കുത്തി കൊടുക്കും. കണ്ണടച്ചിരിക്കാനുള്ള ക്ഷമയൊന്നും ആൾക്കില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് 2 കണ്ണിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഊതി കൊടുത്തു, അല്ലെങ്കിൽ അത് പറന്നു പോയില്ലേ. മോൾക്ക് ബാഗൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ അച്ഛനാണ് കേട്ടോ കൊണ്ടുവന്നാക്കുക. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഒരു 50 മീറ്റർ ഒന്ന് നടക്കാനുള്ള വഴിയുണ്ട്. രാവിലെ 7 മണിക്ക് മോളുടെ ബസ് വരുന്നതുകൊണ്ട് അവളെ നടത്തി കൊണ്ടുപോകാറില്ല. മോളുടെ അച്ഛൻ തന്നെയാണ് അവളെ ബസ് കയറ്റി വിടാനായിട്ട് പോവാറ്. അപ്പോൾ കുക്കൂനും ടാറ്റ കൊടുത്ത് മോളുടെ സ്കൂളിലേക്ക് പോവാണ്. ബുള്ളറ്റിൻ്റെ മുകളിൽ കയറാനായിട്ട് ആൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കയറി ആൾക്ക് ശീലമായി. അപ്പോൾ അങ്ങനെ കുക്കൂന് ടാറ്റയൊക്കെ കൊടുത്ത് ആള് അച്ഛൻ്റെ കൂടെ ബസ് കയറാനായിട്ട് പോവാണ്. ഓക്കെ, ബൈ ഗൈസ്. ഇത്രയുള്ള